ഇന്നത്തെ ക്ലാസ് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി വളരെ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ്. പ്രോബബിലിറ്റിയെ കുറിച്ച് ഞാൻ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ ഇത് പ്രോബബിലിറ്റി ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ യഥാസമയം തന്നെ ചോദിക്കുക. കഴിഞ്ഞ ക്ലാസ്സില് ഒരു സംശയം ഒരാള് വാട്സാപ്പിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് ആളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാമായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? സാമ്പിളിംഗ് വിത്ത് ഈക്വൽ പ്രോബബിലിറ്റി. വിത്ത് ഈക്വൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് അല്ലേ എന്നാണ് ചോദിച്ചത്. ആളുണ്ടോ? ഹലോ സാർ. അല്ല, അത് സാർ നമ്മള് റാൻഡം സാമ്പിളിങ്ങും പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതിൽ ഓപ്ഷൻ വന്നപ്പോ ഒരു ഡൗട്ട് വന്നതായിരുന്നു. അത് ഈ ഈക്വൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് എല്ലാ റാൻഡം സാമ്പിളിങ്ങും അല്ല. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി വിത്ത് ഈക്വൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മറ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിലൊക്കെ നമുക്ക് ഈ റാൻഡം സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, പക്ഷെ അതിനകത്ത് ഈക്വൽ പ്രോബബിലിറ്റി ഇല്ല. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ പ്രോബബിലിറ്റിയിൽ എന്തൊക്കെയാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് മുമ്പ്, പ്രോബബിലിറ്റിക്ക് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ്. എക്സ്പെരിമെന്റ് നമുക്കറിയാം. എക്സ്പെരിമെന്റ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, ബയോളജിക്കൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമ്മൾ എക്സ്പെരിമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതില് നമുക്ക് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് എപ്പോഴും സെയിം റിസൾട്ട് തരും. സെയിം റിസൾട്ട്. അതായത് ഒരു തിയറി എന്ന് പറഞ്ഞാൽ ആ തിയറിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഫൈൻഡിങ്സ്, ആ ഒരു ഡിസ്കവറി നടത്തിയിരിക്കുന്നത്. ആ ഡിസ്കവറി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സയന്റിഫിക് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ അത് സെയിം റിസൾട്ട് എവറി ടൈം സെയിം റിസൾട്ട് തരും. നമുക്കൊരു കെമിസ്ട്രിയില് ഒരു റിയാക്ഷൻ, അപ്പൊ ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ എലമെന്റ്സ് വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് രൂപാന്തരപ്പെടും. ആ പ്രോഡക്റ്റ് എപ്പോഴും സ്ഥിരമായിരിക്കും. അവിടെ അങ്ങനെയുള്ള എക്സ്പെരിമെന്റിന് ഡിറ്റർമിനിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക്. നമുക്ക് ഫിസിക്സില് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അങ്ങനെയൊക്കെയുള്ള ഓരോന്നിലും ഓരോ തിയറിയുടെയും നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. അതായത് ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് സെയിം ആയിരിക്കും എവറി ടൈം. അതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, അല്ലാതെ ഡിറ്റർമിനിസ്റ്റിക്. എന്നാൽ വേറൊരു തരം എക്സ്പെരിമെന്റ് ഉണ്ട്, പ്രോബബിലിസ്റ്റിക്. ഇത് കൂടുതലും വരുന്ന ഈ ബയോളജിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റിലാണ്. ഇപ്പൊ നമ്മൾ ഒരു രോഗി എന്താണ് രോഗം എന്ന് ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിക്കുന്നു. ഡോക്ടറുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റ് ജീവിത ശൈലി, മറ്റ് കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഉള്ള സിറ്റുവേഷനും
അവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നു. ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു ഫൈൻഡിങ്സിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഈ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ഫൈൻഡിങ്സ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോ അത് ആകാം, ചിലപ്പം ആകാതിരിക്കാം. അതായത് യഥാർത്ഥത്തിലുള്ള വസ്തുത, ആ ഫൈൻഡിങ്സ് യഥാർത്ഥത്തിൽ ആകണമെന്നില്ല, ആകുകയും ചെയ്യാം. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ആണ് പ്രോബബിലിസ്റ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെരിമെന്റ്സ് ആർ ടു ടൈപ്സ്, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് പ്രോബബിലിസ്റ്റിക്. അപ്പൊ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് എവരി ടൈം സെയിം റിസൾട്ട്, എവരി ടൈം സെയിം റിസൾട്ട്, അല്ലെങ്കിൽ സെയിം റിസൾട്ട് ആണ് ഇവിടെ തരുന്നത്. പ്രോബബിലിസ്റ്റിക് എന്ന് പറയുന്നത് നോട്ട് സെയിം റിസൾട്ട്. അത് ഇവിടെ ഒരു ചാൻസ് ആണ് വരുന്നത്. ഇപ്പൊ സംഭവിക്കാം, അത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഒരു അൺസർട്ടനിറ്റിയാണ് ഇവിടെ. പ്രോബബിലിസ്റ്റിക്കിനകത്ത് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ആണ്. ഇവിടെയോ ഡിറ്റർമിനിസ്റ്റിക്കിനകത്ത് ഷുവർട്ടി, അതായത് സെർട്ടനിറ്റി ആണ്. ഇതാണ് ഡിറ്റർമിനിസ്റ്റിക്കും പ്രോബബിലിസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സയൻസിൽ ഈ സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഇത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. നമ്മൾ ബിസിനസ്സിലോട്ട് വരുമ്പോൾ മറ്റ് ബയോളജിക്കലായിട്ട് ആ കേസുകളിലൊക്കെ നമ്മുടെ എക്സ്പെരിമെന്റ് ഒക്കെ പ്രോബബിലിസ്റ്റിക് ആയിട്ട് മാറും. അപ്പൊ പ്രോബബിലിറ്റിയുടെ സ്റ്റഡി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ പ്രോബബിലിറ്റി പഠിക്കുന്നതിന് മുമ്പ്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ്, അൺസർട്ടനിറ്റി ആണ്. അത് എന്തുമാത്രം സംഭവിക്കും എന്ന ആ സംഭവ്യതയുടെ ഒരു ന്യൂമറിക്കൽ ഫിഗർ, അതാണ് ഇവിടെ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് കൊടുക്കേണ്ടത്. സംഭവ്യതയുടെ ഒരു ന്യൂമറിക്കൽ, ഈ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0നും 1നും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. പൂർണ്ണമായിട്ടും ഒരു കാര്യം സംഭവിക്കുന്നു, 100% സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി 1. പറഞ്ഞോളൂ. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ? ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത്, നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ മീഡിയത്തിനനുസരിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ പറയുന്നു. അപ്പോൾ അതിനകത്തൊക്കെ വിവിധ തരം ഫിലോസഫേഴ്സിനൊക്കെ വിവിധ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നു. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ആ പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, തെക്ക് എന്നൊക്കെ ഉള്ള ആ അസംഷന്റെ ബേസിനകത്താണ് നമ്മളത് പറയുന്നത്. എന്നാൽ വേറൊരു മീഡിയം ആണെങ്കിൽ, ഇപ്പൊ ചന്ദ്രനിലാണ് നമ്മൾ പോയി നിൽക്കുന്നതെങ്കിൽ അവിടെ ആ യൂണിവേഴ്സൽ ട്രൂത്ത് മാറും. അപ്പൊ അത് നമ്മൾ എന്താണ്, അഥവാ ഇത് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് ക്ലാസ് കട്ടായതാണോ? ഒന്നും കേൾക്കുന്നില്ല. എന്നാൽ ആപേക്ഷികമാണ്, റിലേറ്റീവ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സാർ പാതി കേട്ടിണ്ടായിരുന്നില്ല, പാതി റെക്കോർഡ് പോയിണ്ടായിരുന്നു. റെക്കോർഡ് പോയി. അപ്പൊ ഈ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് എവരി ടൈം സെയിം റിസൾട്ട്. അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും സെയിം റിസൾട്ട് ആണ് ഏത് സമയത്തും തരുന്നതെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏത് സമയത്തും സെയിം റിസൾട്ട് ആണ് തരുന്നതെങ്കിൽ, എല്ലാ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം സെയിം റിസൾട്ട് ആണ് ഇത് തരുന്നതെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് ആണ്. ഇനി നമുക്ക് 2-3 കീ ടേംസ് ഇത് പഠിക്കാം. റാൻഡം എക്സ്പെരിമെന്റ്. നമ്മൾ ഈ പ്രോബബിലിറ്റിയിൽ പഠിക്കുന്ന എക്സ്പെരിമെന്റ് ഒക്കെ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ
റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പെരിമെന്റ് ഹൂസ് ഔട്ട്കംസ് കനോട്ട് ബി പ്രഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. എക്സ്പെരിമെന്റിന് മുമ്പ് അതിന്റെ റിസൾട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ്. അപ്പോൾ ഒരു ടോസിങ് എ കോയിൻ, നമ്മൾക്ക് അതിനകത്ത് രണ്ട് കേസാണ് ഉള്ളത്. ഒന്ന് ഹെഡ് വരിക അല്ലെങ്കിൽ ടെയില് വരിക. നമ്മൾ എത്ര എക്സ്പെരിമെന്റ് ചെയ്ത പോട്ടെ, 1000-ഓ 10,000-ഓ എക്സ്പെരിമെന്റ് ചെയ്താലും ഇന്ന 1001-ാമത്തെ തവണ അല്ലെങ്കിൽ 10,001-ാമത്തെ തവണ ഇന്നത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതാണ് ആൻ എക്സ്പെരിമെന്റ് whose outcomes cannot be predicted in advance. അപ്പൊ ഏത് യൂണിഫോം കൺട്രിബ്യൂഷൻ, അതായത് രണ്ട് കേസുണ്ട്, ബയാസ് ആൻഡ് അൺബയാസ്. ബയാസ് അൺബയാസ്. അൺബയാസ് സിറ്റുവേഷനിൽ ഒരു അൺബയാസ്ഡ് കോയിൻ ആണെങ്കിൽ നമുക്ക് എന്താണ്, എത്ര എക്സ്പെരിമെന്റ് നടത്തിയാലും പ്രീവിയസ് ആയിട്ട് നമുക്ക് അത് പറയാൻ കഴിയില്ല. The next outcome will be head or tail എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റ് which can be repeated any number of times under uniform conditions. Outcomes are very irregularly, so that we can't predict the next outcomes of a particular repetition. Is called a റാൻഡം എക്സ്പെരിമെന്റ്. എന്നിരുന്നാലും ഏത് ഔട്ട്കം ആയാലും പ്രീവിയസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് അത് ഹാപ്പൻ ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനത്തെയുള്ള എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്. അപ്പോൾ നമ്മൾ ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ? ടോസിങ് എ കോയിൻ, ടോസിങ് എ കോയിൻ, ത്രോയിങ് എ ഡൈ, ത്രോയിങ് ഡൈസ്. അപ്പോൾ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണ്? 1 2 3 4 5 6. അപ്പോൾ 6 ഔട്ട്കംസ് ആണ്. അപ്പൊ ഇതാണ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ത്രോയിങ് എ ഡൈസ് 1 2 3 4 5 6 ആർ ഔട്ട്കംസ്. ടോസിങ് എ കോയിൻ എന്താണ് ഔട്ട്കംസ്? ഹെഡ്, tail. These are the outcomes. Sample space, its set of all outcomes is called set of all outcomes or sample points. സാമ്പിൾ പോയിന്റ്സ് എന്നാണ് പറയുന്നത്. സാമ്പിൾ പോയിന്റ്സ് സെറ്റ് ഓഫ് ആൾ HT. ടോസിങ് എ കോയിൻ സെറ്റ് HT ഈസ് ദി സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ്. ത്രോയിങ് എ ഡൈ സെറ്റ് 1 2 3 4 5 6. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് സാമ്പിൾ പോയിന്റ്സ്? HT. ഇനി 1 2 3 4 5 6 ഇതൊക്കെയാണ് സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. സാമ്പിൾ പോയിന്റ്സ്. ഇനി ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ there are two types of events, simple events and compound events. When we toss two coins, sample space is equal to, when we toss two coins, sample space is equal to TT, HT, TH, HH. TT, HT, TH, HH are sample points. അപ്പോൾ sample space consists of 4 sample points. So sample space consists of 4 sample points. For getting both the tails, TT is a sample. TT is a simple event. Because TT is a simple event. അപ്പോൾ ഒരു സാമ്പിൾ പോയിന്റ് മാത്രമേ ഈ സെറ്റിനകത്തുള്ളൂ.
അപ്പൊ ഇവന്റ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ആ സെറ്റിനകത്ത് ഒരു സാമ്പിൾ പോയിന്റേ ഉള്ളൂ എങ്കിൽ അതിനെ സിമ്പിൾ ഇവന്റ് എന്ന് പറയും. ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്, അതൊന്ന് എടുത്തേ. ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ TH, HT, HH. അപ്പൊ ഇതിനകത്ത് 3 സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. അതും ഒരു ഇവന്റ് ആണ്. അപ്പൊ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് അപ്പൊ ഈസ് എ കോമ്പൗണ്ട് ഇവന്റ്. അപ്പോ സിമ്പിൾ ഇവന്റും കോമ്പൗണ്ട് ഇവന്റും തമ്മിലുള്ള വ്യത്യാസം, സിമ്പിൾ ഇവന്റിനകത്ത് ഒരു സാമ്പിൾ പോയിന്റ് മാത്രം, ആ സെറ്റ് ഓഫ് ദാറ്റ് സാമ്പിൾ പോയിന്റ്. ഇനി കോമ്പൗണ്ട് ഇവന്റിനകത്ത് ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്, ആ സെറ്റാണ്. ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ടോസിംഗ് 2 coins simultaneously, സാമ്പിൾ സ്പേസ് consists of sample points TT, HT, TH, HH. ഇനി അതിനകത്ത് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഏതൊക്കെയാണ്? TH, HT, HH ഈസ് എ കോമ്പൗണ്ട് ഇവന്റ്. ഇനി ഈക്വലി ലൈക്ലി ഇവന്റ്സ്. ഈക്വലി ലൈക്ലി ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ്? നോ പ്രിഫറൻസ് ടു എനിവൺ. അപ്പൊ ഈക്വലി ലൈക്ലി, നോ പ്രിഫറൻസ് ടു എനി വൺ. അപ്പോ റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട്, അപ്പൊ എക്സ്പെരിമെന്റിന് മുമ്പ് നമുക്ക് റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും കൂടെ ഉൾക്കൊള്ളുന്ന ആ സെറ്റാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെന്റിനെയുമാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് 2 തരം ഇവന്റ്സ് ഉണ്ട്. സിമ്പിൾ ഇവന്റിനകത്ത് ആ സെറ്റിനകത്ത് ഒരു സാമ്പിൾ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി കോമ്പൗണ്ട് ഇവന്റിനകത്ത് ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, സാമ്പിൾ സ്പേസ് TT, HT, TH, HH ആണെങ്കിൽ ഇതിനകത്ത് ബോത്ത് ടൈൽസ് എന്ന് പറയുന്നത് TT മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, സിമ്പിൾ ഇവന്റ്. ഇനി ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഹെഡ് ആകാം, 2 ഹെഡ് ആകാം, 3 ഹെഡ്സ് ആകാം. അപ്പോൾ അതിനകത്ത് TH ഒരു ഹെഡ് ഉണ്ട്, HT ഒരു ഹെഡ് ഉണ്ട്, HH എന്താണ്? 2 ഹെഡ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്, ഇവിടെ 2 കോയിനേ ഉള്ളൂ. അപ്പോൾ മാക്സിമം 3 വരില്ല, 2 ഹെഡ് വരെ വരികയുള്ളൂ. അപ്പോൾ TH, HT, HH. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ നോ പ്രിഫറൻസ് ടു എനിവൺ.